Surya VS. Congratulations. Thank you, sir. Thank you very much. സൂര്യ മാം ശരിക്കും ഒരു ഉദിച്ചു വരുന്ന ഒരു വ്യക്തിത്വമാണെന്ന് പറയാം. ഫാർമസിസ്റ്റ് ആണ്, ഇപ്പോൾ ഹഗിനോടൊപ്പം ചേർന്ന് ട്രെയിനറായി മാറിയിരിക്കുന്നത്. കൺഗ്രാറ്റ്സ് സൂര്യ മാം. HypnoSelf was not just a training program. It was a journey of self-discovery and transformation. എൻ്റെ പേര് സൂര്യ. നിങ്ങൾ എന്നെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ അറിയുന്നുണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ ഹിപ്നോസെൽഫ് പരിശീലനത്തിൽ വരുന്നതിന് മുന്നേ പുതിയ കാര്യങ്ങളിൽ മുന്നോട്ട് വരാനും ഭയങ്കര ഒരു എന്താ പറയുക ലിമിറ്റിംഗ് ബിലീഫും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു സെഷൻ തുടങ്ങിയതിന് ശേഷം ഞാൻ തന്നെ സ്വയം എല്ലാത്തിനും മുന്നോട്ട് വരാൻ തുടങ്ങി. പിന്നെ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. പോസിറ്റീവ് ചിന്താഗതി വളർത്താനും എന്നെ ഒരുപാട് സഹായിച്ചു. ഇന്ന് ഞാനൊരു ലൈബ്രറിയിൽ എനിക്ക് തോന്നുന്നു ഒരു 10-200 പേരുടെ മുന്നിൽ നിന്ന് ഞാനിന്ന് ധൈര്യത്തിൽ അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തിട്ട് വന്നു. അത് എനിക്ക് ഈ ഹിപ്നോട്ടിസത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം തന്നെയാണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനിയും വരണം, പിന്നെ നിങ്ങളുടെ ആൾക്കാരെയും കൂട്ടിയിട്ട് വരാൻ പറ്റുമെന്നൊക്കെ എന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നു. പിന്നെ 1-to-1 സെഷൻസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് മൈൻഡിനെ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം മുന്നോട്ട്. അപ്പോൾ സൂര്യ മൈൻഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ ID ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് കിട്ടിയത് ഹിപ്നോട്ടിസത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്ന കരിയർ ഇതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടാൻ ഈ ഉൾവിളി തുടങ്ങിയിരുന്നു. പക്ഷെ ഹിപ്നോട്ടിസത്തിൽ വന്നപ്പോഴാണ് ആ ലിമിറ്റിംഗ് ബിലീഫ് പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരാൻ സഹായിച്ചത്. അപ്പോൾ പിന്നെ എൻ്റെ ഒപ്പമുള്ള ആളുകളെ കുറിച്ച് മറ്റ് മാം കുറേ പേര് പറഞ്ഞു. ബോൺസി മാമും അതുപോലെ തന്നെ ആദ്യം വന്നപ്പോൾ ആൾക്ക് ഇതൊന്നും ചെയ്യാനോ സംഭവങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആള് എല്ലാ ട്രാൻസും എല്ലാതും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുടെ ലൈഫിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റിമോണിയലിനേക്കാളൊക്കെ കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ മാഡത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മാഡത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ഒരു സൈലന്റ് ആയിരുന്നു, ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് ഗ്രൂപ്പിലാണെങ്കിലും നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗോവർദ്ധൻ സാറ്. അപ്പൊ സാറ് ഫസ്റ്റ് ഞങ്ങളുടെ മീറ്റിങ്ങിൽ കൂടിയ സമയത്ത് നമ്മളിപ്പോ ഏജ് ആയ ഒരാളാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു പേടിയും ബഹുമാനവും നമുക്ക് അവരോടുണ്ടാവും. പക്ഷെ ഫസ്റ്റ് വന്ന ആളിനെ അല്ല, ലാസ്റ്റ് ആയപ്പോ ഞങ്ങളെക്കാട്ടും ചെറുപ്പാണ് ആൾക്ക് കിട്ടിയത്.